മത്തായി സുവിശേഷകൻ കൃത്യം വ്യക്തമായി പഠിപ്പിക്കുന്നു. മത്തായി എന്ന ചുങ്കക്കാരൻ അത്രയും നാള് അയാള് റോമൻ അധിനിവേശത്തിന് വേണ്ടി മാത്രം അധ്വാനിച്ചു കൊണ്ടിരുന്ന, റോമാക്കാരുടെ ഏജന്റായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മത്തായി എന്ന് പറയുന്ന ചുങ്കക്കാരൻ. ഈ ചുങ്കക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയൊരു ഒഫീഷ്യൽ ജോലിയായിട്ടൊക്കെ കണക്കാക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചുങ്കപ്പിരിവെന്നൊക്കെ കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു മേടിക്കണം. ആരും കൊടുക്കത്തില്ലല്ലോ, പിടിച്ചു മേടിക്കണം. അങ്ങനെ നടന്നിരുന്ന ഒരുവൻ, ഇന്നത്തെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഒരു ഗുണ്ട എന്നൊക്കെ വെച്ചോ, മറ്റുള്ളവരിൽ നിന്ന് പണം പിടിച്ചു വാങ്ങുന്നവൻ, പണം പിടിച്ചു വാങ്ങിക്കൊണ്ട് നടന്നവൻ, അങ്ങനെ നടന്നിരുന്ന മത്തായിയെ ഈശോ വിളിച്ച് ദേ സ്വഭാവം മാറ്റി. എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? വെറുതെ നടന്നിരുന്ന, ജീവിതത്തിൽ പല പല വഴികളിലൂടെ നടന്നിരുന്നവരെ കർത്താവ് ഇങ്ങനെ വിളിച്ചാലുണ്ടല്ലോ, ആ വിളി അസാധാരണമായ ഒരു കൃപയുടെ വിളിയാണ്. ഹല്ലേലൂയ. സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റുന്ന ദൈവം, സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, നീ സാധാരണക്കാരനാണ്, പക്ഷെ നിന്നെ ദൈവം അസാധാരണക്കാരനാക്കി മാറ്റും. പറഞ്ഞു കൊടുത്തേ. You are an ordinary person, but God will make you extraordinary person. Praise the Lord. Hallelujah. Hallelujah. മത്തായി സാധാരണക്കാരനായിരുന്നു. ജീവിതത്തിന്റെ മറ്റൊരു വശത്തിലൂടെ നടന്നവൻ കർത്താവ് ഇങ്ങനെ വിളിച്ച് ഒരു പുതിയ അഭിഷേകം നൽകി. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. എന്തെന്നറിയോ? ഇത് പണ്ട് മത്തായിക്ക് കിട്ടിയത് മാത്രമല്ലെന്ന്, ദേ ഇവിടെ ഇരിക്കുന്ന എനിക്കും നിനക്കും ദൈവം തന്നിരിക്കുന്ന ഒരു കൃപയാണ്. ഒച്ചത്തിൽ പറ ആമേൻ, ആമേൻ. ഇത് സഭയിലെ ചിലർക്ക് മാത്രം ഉള്ളതെന്നല്ലെന്ന്. നീ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് സാധാരണക്കാർക്ക് പറ്റിയൊരു പണിയല്ല എന്റെ ചേട്ടാ, അങ്ങനെയല്ല ചേച്ചി, അല്ലെന്ന്. എത്ര പേർക്ക് സ്വപ്നം ഉണ്ടെന്നറിയോ ഈ പോട്ടാശ്രമത്തിലൊക്കെ വന്ന് ഇതുപോലെ പ്രാർത്ഥിക്കണമെന്ന്? എനിക്കറിയാം. യാത്രാവേളകളിൽ പല സ്ഥലത്തും ചെല്ലുമ്പോൾ നെഞ്ചുരുകി പലരും പറഞ്ഞിട്ടുണ്ട്, അച്ഛാ പോട്ടാശ്രമത്തിൽ വന്ന് ഇതുപോലെ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് അച്ഛാ, സമയം കിട്ടണ്ടേ, കുടുംബത്തിന്റെ പ്രാരാബ്ദ്യം, ഇത്രയും ദൂരം. എന്നാൽ എൻ്റെ പ്രിയരെ, നിങ്ങൾ ഭാഗ്യപ്പെട്ടവരല്ലേ? ഇവിടെ ഇരിക്കുന്നവര്, ഓൺലൈൻ പങ്കെടുക്കുന്നവര്, നിങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന്. നിങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. യു ആർ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ. നീ സാധാരണക്കാരിയല്ല, സാധാരണക്കാരനല്ല, തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. വലതും ഇടതും ഇരിക്കുന്നവർ കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, നീ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.